ഹായ് മൈ ഡിയേഴ്സ്, എല്ലാവർക്കും യൂണിവേഴ്സ് അറൗണ്ട് ദേവ്സ് 111ന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ദേവിശ്രീ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലുമൊക്കെ ഒരു മോർണിംഗ് പ്രാക്ടീസ് ഒക്കെ ചെയ്യുന്നവരായിരിക്കും ഈ വീഡിയോ കാണുന്ന മിക്ക ആളുകളും, അല്ലേ? എന്നാൽ സമയമില്ലാത്തതിന്റെ പേരിലും രാവിലത്തെ ഒരു ബിസി ഷെഡ്യൂൾ കാരണവും പല കാര്യങ്ങളും ചെയ്യാൻ ആഗ്രഹിച്ചിട്ടും ചെയ്യാതെ പോകുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. അപ്പോൾ ഇന്നൊരു 5 മിനിറ്റ് മോർണിംഗ് പ്രാക്ടീസ് ആണ്. നമുക്ക് രാവിലെ എഴുന്നേറ്റ ഉടൻ തന്നെ ഒരു 5 മിനിറ്റ് മാത്രം ചെയ്യാൻ കഴിയുന്ന, ബെഡിൽ ഇരുന്നു കൊണ്ട് തന്നെ അപ്പോൾ തന്നെ ചെയ്യാൻ പറ്റുന്ന വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ളൊരു മോർണിംഗ് പ്രാക്ടീസാണ്. ഏറ്റവും മനോഹരമായി തന്നെ നമുക്കൊരു ദിവസത്തെ സ്റ്റാർട്ട് ചെയ്യാനും നന്നായി തന്നെ ആ ദിവസം കൊണ്ടുപോയി കംപ്ലീറ്റ് ചെയ്യാനും ഈ ഒരു 5 മിനിറ്റ് പ്രാക്ടീസ് വളരെയധികം ഹെൽപ്പ് ചെയ്യും. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ ഏറ്റവും ശരിയായ രീതിയിൽ ഡയറക്റ്റ് ചെയ്ത് അല്ലെങ്കിൽ റീപ്രോഗ്രാം ചെയ്തുകൊണ്ട് മാക്സിമം പോസിറ്റീവായി കാര്യങ്ങളെ മാറ്റിയെടുക്കാൻ സാധിക്കുന്ന ഒരു 2 സമയങ്ങളാണ് രാവിലെ നമ്മൾ എഴുന്നേറ്റ ഉടനുള്ള ആ ഒരു സമയവും അതുപോലെ രാത്രി നമ്മൾ ഉറങ്ങാൻ പോകുന്ന ആ ഒരു ടൈമും. അപ്പോൾ നമ്മളുടെ ബ്രെയിനിൻ്റെ ആ ഒരു എനർജി ഫീൽഡിലേക്ക് നമ്മളുടെ ഏറ്റവും അനുകൂലവും പോസിറ്റീവുമായ കാര്യങ്ങളെ ഈ ഒരു റിലാക്സ്ഡ് ടൈമിൽ നൽകുന്നതിലൂടെ ആ ഒരു ദിവസത്തെ മുഴുവൻ കൺട്രോൾ ചെയ്യാൻ ഈ വാക്കുകൾക്കും അതിലൂടെ കിട്ടുന്ന ആ ഒരു എനർജിക്കും കഴിവുണ്ട്. അപ്പം ഇനി ഈ പറയുന്ന പ്രാക്ടീസ് എന്ന് പറയുന്നത് നമുക്ക് എത്ര ബിസി ആണെങ്കിൽ കൂടിയും ഈ ഒരു 5 മിനിറ്റ്സ് 3 സ്റ്റെപ്സ് മാത്രമേ ഉള്ളൂ. അതിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പ്രോസസ്സാണ്. ഗ്രാറ്റിറ്റ്യൂഡ് ബ്രീതിങ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. മറ്റൊന്നുമല്ല, നമ്മൾ എഴുന്നേറ്റ് ഇരിക്കുക, ബെഡിൽ നിന്ന് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ബെഡിൽ തന്നെ ഇരിക്കുക. ഇരുന്നു കൊണ്ട് 3 തവണ ഡീപ്പ് ബ്രീത്തിങ് ചെയ്യുക. ഓരോ തവണയും നമ്മൾ ശ്വാസം പുറത്തേക്ക് വിടുന്ന സമയത്ത് ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് വാക്കുകൾ പറഞ്ഞുകൊണ്ട് വിടുക. വാക്കുകൾ ഇതാണ്. ഇതുപോലെ തന്നെ നിങ്ങളും പറയുക. എനിക്ക് ലഭിച്ച ഈ പുതിയ ദിവസത്തിനും ജീവിതത്തിനും എൻ്റെ മനസ്സിലും ശരീരത്തിലും നിറയുന്ന ആരോഗ്യത്തിനും നന്ദി. എനിക്ക് ലഭിച്ച ഈ പുതിയ ദിവസത്തിനും ജീവിതത്തിനും എൻ്റെ മനസ്സിലും ശരീരത്തിലും നിറയുന്ന ആരോഗ്യത്തിനും നന്ദി. ഇതിങ്ങനെ ഓരോ തവണ ഡീപ് ബ്രീത്ത് ചെയ്തിട്ട് അത് വിടുന്ന സമയത്ത് നിങ്ങൾ പതിയെ മനസ്സിൽ മാത്രം ഉരുവിട്ടാൽ മതി. ഉറക്കെ പറയേണ്ടതിൻ്റെ ഒരു ആവശ്യകതയുമില്ല. ഒരു ജീവിതം, നമ്മളുടെ പുതിയ ദിവസത്തെ ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി നമ്മൾ തുടങ്ങുകയാണ് ഇവിടെ. ഇത് ഓരോ തവണ ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോഴും പറഞ്ഞുകൊണ്ട് വിടുക, ശ്വാസം വിടുക. ഇങ്ങനെ 3 തവണ നമ്മൾക്ക് ഡീപ് ബ്രീത്ത് ചെയ്യാം. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ 2ാമത്തെ സ്റ്റെപ്പിലേക്ക് കിടക്കുകയാണ്. 2ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു അഫർമേഷൻ സെക്ഷൻ ആണ്. ഒരുപാട് അഫർമേഷൻസുകൾ ഒന്നും പറയുന്നില്ല. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള എന്നാൽ പവർഫുൾ ആയിട്ടുള്ള 3 അഫർമേഷൻസ് ആണ് പറയുന്നത്. ഒരു അഫർമേഷൻ കോൾ എന്നൊക്കെ പറയാവുന്ന രീതിയിൽ. അപ്പം ആ 3 അഫർമേഷനിൽ 1ാമത്തേത് ഇതാണ്. എൻ്റെ മനസ്സ് ശാന്തമാണ്. എൻ്റെ ഈ നന്മ നിറഞ്ഞ ജീവിതത്തിനും ആരോഗ്യത്തിനും നന്ദി. ഇതാണ്. എൻ്റെ മനസ്സ് ശാന്തമാണ്. എൻ്റെ നന്മ നിറഞ്ഞ ജീവിതത്തിനും ആരോഗ്യത്തിനും നന്ദി. ഇതാണ് ആദ്യത്തെ അഫർമേഷൻ. അടുത്ത 2ാമത്തേത് നിങ്ങൾ പറയേണ്ടത് ഞാനിപ്പോൾ വളരെ സമ്പന്നനാണ്. 3ാമത്തേത് ഓരോ ദിവസവും എന്നിലേക്കെത്തുന്ന പുതിയ അവസരങ്ങൾക്ക് നന്ദി. ഇത്രയും മാത്രമേ ഉള്ളൂ ആ 3 അഫർമേഷൻസ്. ഈ 3 അഫർമേഷൻസ് മാത്രം ഉൾപ്പെടുത്തിയ ഈ ഒരു സെക്ഷനാണ് 2ാമത്തെ സ്റ്റെപ്പായിട്ടുള്ളത്. നമ്മൾ ഒന്ന് രാവിലെ തന്നെ നമ്മളുടെ മനസ്സിലേക്ക് അല്ലെങ്കിൽ നമ്മളുടെ ബ്രെയിനിലേക്ക് ഒരു ദിവസം മൊത്തം നമ്മളെ ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന അത്രയും ഊർജമാണ് ഈ വാക്കുകൾ പറയുന്നതിലൂടെ നമ്മൾക്ക് ലഭിക്കുന്നത്. കാരണം എഴുന്നേറ്റ ഉടൻ തന്നെ മനസ്സിന്റെ ശാന്തതയും ആരോഗ്യവും ഒപ്പം ഞാൻ സമ്പന്നനാണ് എന്നൊക്കെ പറയുന്നതിലൂടെ നമ്മൾ ഓരോ ദിവസവും റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ പറയുകയാണല്ലേ. അപ്പോൾ നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡ് അവിടെ അതിശക്തമായിട്ട് വളരെ വ്യക്തമായിട്ട് അവിടെ റീപ്രോഗ്രാം ചെയ്യപ്പെടുകയാണ്. നമ്മളിൽ ഉണ്ടാകാറുള്ള പലതരം ഇൻസെക്യൂരിറ്റീസ്, അല്ലെങ്കിൽ എനിക്ക് കഴിവില്ല, അല്ലെങ്കിൽ ഒരു ബാഡ് ഡേ ആയി പോകുമോ, ഇങ്ങനെയൊക്കെയുള്ള പല ആശങ്കകളും ഒക്കെ ഉണ്ടാകും. അപ്പം അതിനൊക്കെ അങ്ങനെയൊക്കെയുള്ള നമ്മളുടെ വളർച്ചയ്ക്കെതിരായി പ്രവർത്തിക്കുന്ന നമ്മളുടെ തന്നെ
തെറ്റായ ചിന്തകളെ ഒക്കെ മാറ്റി അവിടെ നല്ല ചിന്തകൾ, പോസിറ്റീവായിട്ടുള്ള ചിന്തകളും ഒരു പ്രതീക്ഷകളും സന്തോഷവും ഒക്കെ ഡെയിലി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് ലൈഫിൽ നമ്മൾ ആഗ്രഹിക്കുന്ന മുന്നേറ്റം നമുക്ക് കൊണ്ടുവരാനും ഒരു സക്സസ്സിലേക്ക് നമ്മളെ ഈസി ആയിട്ട് ഇങ്ങനെ ഡയറക്റ്റ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന വാക്കുകളാണിവ. അടുത്ത മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ ഭാവിയെ നമ്മൾ ഇമാജിൻ ചെയ്യുകയാണ്. നമ്മൾ ഇന്ന് ജീവിക്കുന്ന നമുക്ക് ഒരു നാളെ കുറിച്ചിട്ടുള്ളൊരു കാഴ്ചപ്പാടുണ്ടാവുമല്ലോ. ഈ നാളെ എനിക്ക് അങ്ങനെ ആയി തീരണം അല്ലേ? നമുക്കൊക്കെയും ഒരു പ്രോപ്പർ ഡ്രീം ഒക്കെ ഉള്ളവർ കാണും. ഒരു പർട്ടിക്കുലർ ഡ്രീം അച്ചീവ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നവരുണ്ടാകും, അല്ലെങ്കിൽ നല്ലൊരു ഭാവിയെ പ്രതീക്ഷിക്കുന്നവരായിരിക്കും എല്ലാവരും. അപ്പം അത് നമ്മൾ വിഷ്വലൈസ് ചെയ്യുക. നിങ്ങളുടെ ഭാവിയെ ഏറ്റവും മനോഹരമായിട്ട് എങ്ങനെയൊക്കെ നമ്മൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുമോ അത് ഒരേ ഒരു മിനിറ്റ് മാത്രം മതിയാകും. നമുക്ക് പെട്ടെന്നിപ്പോൾ നിങ്ങൾക്കത് വിഷ്വലൈസേഷൻ കിട്ടുന്നില്ല എങ്കിൽ അതിന് പറ്റുന്ന 1-2 അഫർമേഷൻസ് ഒക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾക്ക് ഇമാജിനേഷൻ ചെയ്യാം. ഇപ്പം നിങ്ങളൊരു നല്ലൊരു ജോലി നേടാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു തുടങ്ങാം, ഞാൻ ആഗ്രഹിച്ച എൻ്റെ സ്വപ്ന ജോലിയിലേക്ക് ഞാൻ അങ്ങനെ എത്തിയിരിക്കുന്നു, അല്ലോ ജോലി എനിക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പം തന്നെ നമുക്കൊരു പിക്ചർ വരും അല്ലേ? നമ്മൾ ആ ജോലി ചെയ്യുന്നതും ആ ജോലിയുടെ പേരെന്താണെന്ന് വെച്ചാൽ ആ പേര് നമ്മൾക്ക് അവിടെ ഓർക്കാം. നിങ്ങളുടെ പോസ്റ്റ് എന്താണെന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ഓർക്കാം. അവിടെ നിങ്ങൾ സന്തോഷമായിട്ട് നിങ്ങളുടെ ജോബ് എൻജോയ് ചെയ്യുന്നതും അപ്പോഴത്തെ ആ ഒരു ലൈഫും നിങ്ങൾക്ക് സാലറി കിട്ടുന്നതും അതിലൂടെ നിങ്ങൾക്കുണ്ടാകുന്ന ബെനിഫിറ്റ്സുകളും ഒക്കെ നമ്മൾക്കിങ്ങനെ പിക്ചറൈസ് ചെയ്യാം. ഒരു ബ്രീഫായിട്ട് ഒരു മിനിറ്റ് നമുക്ക് നന്നായിട്ട് ബ്രീഫായിട്ട് പിക്ചറൈസ് ചെയ്തിട്ട് നമ്മൾക്ക് ഓരോ സ്പെസിഫിക് ഡ്രീംസുകൾ കാണുമല്ലോ. അപ്പം ആ ഒരൊറ്റ മിനിറ്റ് നമുക്കിത് വിഷ്വലൈസ് ചെയ്തിട്ട് ഞാൻ ആഗ്രഹിച്ച ജീവിതം എനിക്ക് ലഭിച്ചതിന് നന്ദി, ഇത്രയും കൂടെ പറയുക. ഇത്രയും ചെയ്തിട്ട് നമുക്ക് ഈ ഒരു പ്രാക്ടീസ് നമുക്ക് അവസാനിപ്പിക്കാം. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത്ര മാത്രമാണ്. നമ്മൾ രാവിലെ എഴുന്നേറ്റ് അപ്പോൾ തന്നെ അത് ചെയ്യുക. രാവിലെ എഴുന്നേറ്റ് എന്തെങ്കിലും ഒക്കെ ജോലികളൊക്കെ ചെയ്തിട്ട് വന്നിട്ട് പിന്നീട് ഇത് ചെയ്യാൻ നിൽക്കരുത്. കാരണം എഴുന്നേറ്റ ഉടനുള്ള ആ ഒരു ആ മൈൻഡിലാണിത് നമുക്ക് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും എഫക്റ്റീവായിട്ട് വരുന്നത്. കാരണം ആ ഒരു ടൈം മൈൻഡിലേക്ക് ആദ്യമായിട്ട് നൽകുന്ന ഒരു കാര്യങ്ങൾ അത്രയും ലൈഫിൽ ചേഞ്ചസ് കൊണ്ടുവരാനുള്ള കഴിവ് അതിനുണ്ട്. പിന്നെ മിനിമം നിങ്ങൾ ഒരു 21 ദിവസമെങ്കിലും ഇത് പ്രാക്ടീസ് ചെയ്യുന്നത് കണ്ടിന്യൂ ചെയ്യണം. ഒരു ദിവസം പോലും ഈ 21 ദിവസത്തിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ ശ്രമിക്കരുത്. ഒരു ബിസി മോർണിംഗ് ഷെഡ്യൂളുള്ള ഒരാൾക്ക് പോലും ഈസി ആയിട്ട് നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാം. ഒരു 5 മിനിറ്റ് മാത്രം മതി. ഇത് 3 സ്റ്റെപ്പേ ഉള്ളൂ. ഒരു തയ്യാറെടുപ്പുകളോ പേനയോ പേപ്പറോ അങ്ങനെ ഒന്നും എടുക്കേണ്ട ഒരു പ്രിപ്പറേഷൻസിന്റെയും ആവശ്യവും വരുന്നില്ല. പിന്നെ 21 ദിവസം എന്നത് ഞാനൊരു മിനിമം കണക്കാണ് പറഞ്ഞത്. കാരണം ഇത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു പേഴ്സണൽ അഡ്വൈസായിട്ട് ഞാൻ പറയുവാണെങ്കിൽ ഇത് ഒരു ഡെയിലി റൊട്ടീൻ ആക്കുന്നതാണ് ഏറ്റവും നല്ലത്. മനസ്സിലുണ്ടായിരിക്കുന്ന നമ്മളെ പിന്നോട്ടാക്കിക്കൊണ്ടിരിക്കുന്ന ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് ധാരണകൾ ചിലപ്പോൾ ഉണ്ടാകും. അപ്പോൾ ഇതിനെയൊക്കെ ഒന്ന് മാറ്റി സബ് കോൺഷ്യസ് മൈൻഡിനെ നമ്മൾക്ക് ആഴത്തിൽ റീപ്രോഗ്രാം ചെയ്യാനും നമുക്ക് ഓരോ ദിവസവും നമ്മളുടെ ഏറ്റവും ബെസ്റ്റ് ഡേ ആക്കി മാറ്റാനും അങ്ങനെ തന്നെ തുടർന്ന് കൊണ്ടുപോകാനും ഓരോ ദിവസത്തെയും നമ്മളുടെ എനർജി ഡേ ബൈ ഡേ ഹൈ ആക്കി ഉയർത്താനും ഒക്കെ പറ്റുന്ന ഒരു ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളൊരു പ്രാക്ടീസായിട്ടാണ് എനിക്ക് ഇതിനെ തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇത് ആവർത്തിക്കുന്നതിലൂടെ പതിയെ നമുക്ക് ലൈഫിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരാനും നമുക്കത് തിരിച്ചറിയാനും ഒക്കെ പറ്റും. അത് കാരണം പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളില്ലെങ്കിൽ കൂടിയും നമ്മളുടെ മനസ്സിനെ വളരെ ശാന്തവും സന്തോഷവുമാക്കി മാറ്റാനും ഒരു പ്രതികൂല സാഹചര്യം ഒക്കെ ഉണ്ടായാലും ആ ഒരു സാഹചര്യത്തെ ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാനും ഒക്കെ ഉള്ളൊരു പ്രാപ്തി ഈ ഒരു പ്രാക്ടീസിലൂടെ നമുക്ക് നേടിയെടുക്കാനും ഒക്കെ കഴിയും. കാരണം ഓരോ ദിവസവും നമ്മൾ ആത്മവിശ്വാസത്തോടെയും വളരെ ശാന്തമായിട്ടും പോസിറ്റീവായിട്ടുമാണ് ഒരു ദിവസം തുടങ്ങുന്നത്. അപ്പോൾ കഴിവതും എല്ലാവരും ഈ ഒരു പ്രാക്ടീസ് നിങ്ങളുടെ ഡെയിലി ലൈഫിൽ ഉൾപ്പെടുത്തുക. കഴിയുന്നവർ 21 ദിവസത്തിന് ശേഷം കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകുക. ഈ ഒരു പ്രാക്ടീസിന് അത്രയും മാജിക്കലായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള പവർ ഈ വാക്കുകൾക്കും ഈ ഒരു പ്രാക്ടീസിനുമുണ്ട്.
അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.